വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ എൻ്റെ 17ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ 3:30 ആയപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂലിയും പിങ്കി എൻ്റെ കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കിച്ചണിലോട്ട് വരികയാണ് കേട്ടോ. അപ്പം ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾക്ക് ഇന്ന് ദോശ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിലെ മക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്ത് വേണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ദോശ മതി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദോശയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി. അതിലൂടെ തേങ്ങാ ചമ്മന്തി എനിക്ക് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് കിച്ചുവിനെയും അക്കുനെയും കൂടെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അമ്മു ഇന്ന് ഞങ്ങളുടെ റൂമിലാണ് കിടന്നത്. എന്നിട്ട് ടേബിളിൻ്റെ പുറത്ത് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് മാത്രം കുറച്ച് ചമ്മന്തി അരച്ചിട്ടുള്ളായിരുന്നു. എന്നിട്ട് ഞങ്ങളത് കഴിച്ചതിന് ശേഷം സുബഹി നിസ്കരിക്കാൻ വേണ്ടി അമ്മു വെയിറ്റ് ചെയ്യണം. അക്കു എപ്പോഴും ലാസ്റ്റല്ലേ എഴുതേക്കാതെ. അതിനുശേഷം പിന്നെ രാവിലെ കിച്ചു ലേറ്റായാണ് ഒരുങ്ങി റെഡി ആയത്. അപ്പം ബാപ്പിയാണെങ്കിൽ ഷോപ്പിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചുവിനെയും കൂടെ അങ്ങോട്ട് വിടാൻ പറഞ്ഞു. സ്കൂളിലോട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് ഈവനിങ്ങിലെയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ വഴിയിൽ വീടിനടുത്താണ് ഇത്. അപ്പോൾ ഞാനവിടെ ഒരു വാട്ടർ മെലോൺ മേടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിൽ തന്നെ, ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. 5 മിനിറ്റ്സ് പോയാൽ മതിയെ. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്ന് കയറി ഗേറ്റൊക്കെ അടച്ചിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പം ജൂലിയെ കാണിച്ചു തരാവേ. അങ്ങനെ വാട്ടർ മെലോണും കൊണ്ട് മുകളിലോട്ട് കയറി പോവുകയാണ്. സ്റ്റെപ്പിൽ കൂടെ കയറുന്നതൊന്നും കാണിച്ചില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ജൂലിമോൾ വന്നിരിക്കുന്ന കണ്ടില്ലേ. ജൂലിമോൾക്ക് അറിയാം ഞാൻ വരുന്ന ടൈമിങ്. ഇങ്ങനെ വന്ന് എന്നെ കാത്തിരിക്കും കേട്ടോ. പിങ്കി ഇന്ന് കണ്ടില്ലേ. അതിനുശേഷം ഞാൻ വന്ന് കുളിച്ചിട്ട് പിന്നെ ഒളു എടുത്തുകൊണ്ട് വന്ന് ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചു. പിന്നെ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ തുറന്നിട്ടാൽ ജൂലി ഓടിപ്പോവും. അപ്പോൾ അത് കാരണം താഴെ ഞാനൊരു സാധനം വെച്ച് ഒട്ടിച്ച് വെച്ച്, എൻ്റെ അക്കൂട്ടൻ ഒട്ടിച്ച് വെച്ചാണ് ജൂലി ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം പിന്നെ ഞാൻ ഖുർആൻ ഓതുവാണ്. കുറച്ച് നേരം ഖുർആനൊക്കെ ഓതാമെന്ന് വിചാരിച്ചു. അരമണിക്കൂർ ഖുർആൻ ഓതിയിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറി. അങ്ങനെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. എഗ്ഗൊക്കെ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്ന എഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ സവാളയൊക്കെ ഒന്ന് വഴട്ടാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോയിൽഡ് എഗ് ഒക്കെ ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നൊരു സാധനം ചുമ്മാ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ പീനട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡിനകത്ത് പീനട്ട് തേച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ എങ്ങനെ ഇരിക്കും. ഗീയുടെ അകത്താണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് ഇഷ്ടമാവും എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അവർ കഴിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ഒരുപാടൊന്നും ചെയ്തില്ല, 5-6 ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മക്കൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. പക്ഷേ ഇഷ്ടപ്പെടത്തില്ലെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എന്താണ് ചായ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ ഇന്ന് ഒരുപാട് ജോലിയൊന്നുമില്ല. ഇന്ന് പെട്ടെന്നായിരുന്നു ജോലിയൊക്കെ. ഇന്ന് പാലപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. മാവുണ്ടായിരുന്നു. അത് കാരണം എല്ലാം പെട്ടെന്ന് പാലപ്പവും മുട്ടക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് ജോലി ഇന്ന് കഴിഞ്ഞു. അതിനുശേഷം കിച്ചു വന്ന് കയറുന്നേ ഉള്ളൂ. കിച്ചു ഇന്ന് ലേറ്റായാണ് വന്നത്. കിച്ചു 5:45 വന്നപ്പം. കാരണം കിച്ചുവിന് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. അക്കു അമ്മും കൂടെ ഇവിടെ പോവാണ് പള്ളിയിൽ. എന്താ പറയുക, ഇഫ്താറിന് വേണ്ടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അക്കു അമ്മുവാണല്ലോ. അതിനുവേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഏർവാടിയിലെ ഫുഡ് നമ്മുടെ വകയായിരുന്നു കേട്ടോ. നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നോമ്പ് തുറക്കാൻ വേണ്ടി ബിരിയാണിയാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ദ്വാബറക്കത്തെ എനിക്കും എൻ്റെ കുടുംബത്തിനും അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങളവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് ഏർവാടിയിൽ. അപ്പോൾ ഇപ്രാവശ്യം ചെയ്തത് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ സ്നാക്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ഈ ഡേറ്റ്സ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡേറ്റ്സ് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പരിപ്പുവട കണ്ടില്ലേ, ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അക്കും അമ്മും കൂടെ എടുത്തുകൊണ്ട് വന്നതാണ്. അവിടെ ദുആ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് തരുന്നതാണ്. അങ്ങനെ പിന്നെ ഞാനൊന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നന്നാരി സർബത്താണ്. അപ്പോൾ അതിനുവേണ്ടി ഐസ് കട്ടയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലെമണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നാരി സർബത്തിനകത്ത് കസകസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇട്ട് ഒന്ന് സെറ്റാക്കി വെച്ച് ഒന്ന് ഐസ് കട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഐസ് കട്ട ഇട്ട് കൊടുത്തില്ലെങ്കിൽ എല്ലാവർക്കും വഴക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തിട്ട് നോമ്പ് തുറക്കാൻ സമയമായി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നോമ്പ് വന്നിട്ട് പിന്നെ എല്ലാവരും പോയി റെസ്റ്റ് എടുക്കുകയാണ്. ഫാദിയും കിച്ചും എല്ലാം മൊബൈലിൽ കളിയാണ്. അങ്ങനെ അക്കും അമ്മും ഫാദിയുമായിട്ട് കുറേ നേരം എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് കളിക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ വീഡിയോ എടുക്കുവാണ്. പിന്നെ അതിനുശേഷം അവൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോയി. ഫാദി പോയതിന് ശേഷം പിന്നെ ഞാൻ കിച്ചു ചെയ്യുന്നൊരു ജോലിയെ കാണിച്ചു കേട്ടോ. കിച്ചു ആണെങ്കിൽ ഇന്നലെ പോയി ഒരു സ്റ്റിക്കർ വിജയുടെ കിച്ചുവിൻ്റെ ഫോണിനകത്ത് ഒട്ടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് കിച്ചുവിനത് വേണ്ട. കിച്ചു ഇന്നത് ഇളക്കിയിട്ടത് അമ്മുവിൻ്റെ ഫോണിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കിച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അമ്മു ഇരുന്ന് പഠിക്കുവാണ്. അക്കുവും കിച്ചുവും കൂടെ ഇരുന്ന് ഇങ്ങനെയുള്ള ഉടായ്പെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ ഇരുന്ന് ഇവരുടെ സൈഡിൽ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കും. ഇവർ കാണിക്കുന്ന അഹങ്കാരങ്ങളൊക്കെ ഞാനെടുത്ത് വീഡിയോ എടുക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ടേബിളിൽ വന്ന് നോക്കിയപ്പോൾ ടേബിളെല്ലാം അഴുക്കായി കിടക്കുക. പാത്രമൊക്കെ വാഷ് ചെയ്യാനുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് കഴുകി വെച്ചു. പിന്നെ കിച്ചു ജിമ്മിൽ പോവുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന
കാണുമ്പോൾ കിച്ചുവിനും അക്കുവിനും ഇച്ചിരി ഡാൻസ് കളി കൂടുതലാട്ടോ. എന്നെ കളിയാക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, കാരണം ഞാൻ എന്തായാലും അതൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡാക്കും. പിന്നെ അതിന് ശേഷം അമ്മും അക്കും കൂടെ ത്രാവി സംസ്കരിക്കാൻ പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. അപ്പോൾ ഇവർക്കും പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അക്കും അമ്മും കൂടെ. അപ്പോൾ അതിനുവേണ്ടി അമ്മുനെ വീഡിയോ എടുത്ത് കൊടുക്കുവാണ് അക്കൂട്ടൻ. എന്നിട്ട് രണ്ടുപേരോട് എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ. രണ്ടുപേരുടെ സ്വന്തമായിട്ട് മൊബൈലൊക്കെ ഉണ്ട്, അതിനകത്ത് റെക്കോർഡിങ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു പള്ളി പോവുകയാണ് രണ്ടുപേരോട് നിസ്കരിക്കാൻ. കിച്ചു ഇച്ചിരി ലേറ്റായാണ് പോയത്, കിച്ചുവിനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ അക്കു ചായ കൊണ്ടുവരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ, നെറ്റ് സ്ലോ ആയത് കാരണമാണ്. അപ്പോൾ ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത് പാലപ്പവും മുട്ടക്കറിയും ചിക്കൻ ഫ്രൈയും ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.